തായമ്പകയുടെ മോഹൻലാലും തിമലയുടെ ടോവിനോ തോമസുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. ഒരിക്കലും വാക്കുകൊണ്ട് പറഞ്ഞ് ശീലിച്ച ആളുകളല്ല ഇവർ കോലുകൊണ്ടും വിരലുകൊണ്ടും പ്രയോഗിച്ച് നമ്മളോട് മിണ്ടിയും പറഞ്ഞും ശീലിച്ച ആളുകളാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് മാക്സിമം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇരട്ടി മധുരം എന്ന് പറയുന്ന ഇതിൽ ഒരു മധുരവും ഇപ്പുറത്ത് നിൽക്കുന്നു. പക്ഷേ ഇരട്ടി മധുരം കൊണ്ട് തീരുന്നില്ല, വേറെയും മധുരങ്ങൾ ഇവരുടെ ഒപ്പം ചേരാനുണ്ട്. അവരെ കൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യാണ്. അവരവരുടെ സമയങ്ങളിലേക്ക് ഇവിടെ എത്തിക്കൊള്ളും. ആദ്യം സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, ഇവർ രണ്ടുപേരും തിമലയും ചെണ്ടയും ഇടയ്ക്കയും എല്ലാ വാദ്യങ്ങളും കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ വാദ്യങ്ങളിലെ പല രീതിയിലുള്ള പെർഫോമൻസാണ്. നമുക്ക് ചെണ്ട, കൊട്ട്, മേളം എന്നാണ് അധിക പേർക്കും അറിയുന്നത്. നമുക്കറിയാം തൃശ്ശൂർ പൂരമാണ് മേളങ്ങളെ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ കാണിക്കുന്നത്. ഈ തൃശ്ശൂർ പൂര ദിവസം TV വെച്ച് കഴിഞ്ഞാൽ ചാനലുകൾ മുഴുവൻ കാണിക്കുന്നത് ആദ്യം മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്, അതിനുശേഷം ഇലഞ്ഞിത്തറ മേളം ആണ്, പിന്നെ കുടമാറ്റമൊക്കെ വരുന്നത്. അപ്പോൾ ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലെ ആ പഞ്ചവാദ്യം എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ പതികാലം കൊട്ടിക്കൊണ്ടാണ് ഇവർ നമ്മളോട് തിമലയിൽ സംസാരിച്ച് തുടങ്ങുന്നത്. അതിനുശേഷം നമുക്ക് ഇരുന്നു കൊണ്ട് സംസാരിക്കാം, അതിനിടയ്ക്ക് കൊട്ടും ഒക്കെ ആയിട്ട് നമുക്കിത് കൊണ്ടുപോവാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവരെ തിമലയിൽ ഈ രണ്ടുപേരും, പോരൂർ ഉണ്ണികൃഷ്ണൻ ഇപ്പം ചെണ്ടയിലാണെങ്കിലും നിരവധി കാലം കോങ്ങാട് വിജയനെ പോലുള്ള ആളുകളുടെ ഒപ്പം കൊട്ടി വന്ന ആളാണ് പോരൂർ ഉണ്ണികൃഷ്ണൻ. പിന്നെ ഒരു സന്തോഷം, എന്നെ സംബന്ധിച്ച് പ്രത്യേക സന്തോഷം എന്ന് പറയുന്നത്, യശശരീരനായ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ജയേട്ടൻ P. ജയചന്ദ്രൻ ആധുനിക വാദ്യലോകത്ത് പിന്നാലെ നടന്ന് പെർഫോമൻസ് കണ്ട രണ്ടാളുകൾ എന്ന് പറയുന്നത് പോരൂർ ഉണ്ണികൃഷ്ണനും ഒറ്റപ്പാലം ഹരിയുമാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അത് ജയേട്ടൻ്റെ ഓർമ്മ കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു കാലം നിരത്തിയുള്ള ഒരു പതികാലത്തിൻ്റെ ചെറിയൊരു ഫോം, പതികാലം വളരെ ദീർഘമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു ഫോമിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇവിടെ കണ്ട സെഷനുകളുടെ നിയതമായിട്ടുള്ളൊരു വഴിയിലൂടെയല്ല ഇത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് അതിന് സഹകരിക്കുക. തീർച്ചയായിട്ടും ഉണ്ണിച്ചേട്ടാ തുടങ്ങാം. ഇത് കയ്യിൽ ചിറ്റില്ലാതെ, സാധാരണ ഇതിൽ വേണ്ട ശബ്ദം വരണമെങ്കിൽ കയ്യിൽ ചിറ്റൊക്കെ വേണം. അപ്പോൾ അതൊന്നുമില്ലാതെ, യാതൊരു സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയോ, പോരൂർ ഉണ്ണികൃഷ്ണൻ കൊട്ടിക്കഴിഞ്ഞാൽ ചെണ്ട കൊലക്കേസിന് കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇനിയിപ്പോൾ ഈ തിമലയിൽ കൊട്ടിയ ശബ്ദം ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ നമ്മളവിടെ ഭംഗിവാക്ക് പറയാണ്. എന്തായാലും ഇവർ തുടങ്ങുകയാണ്. പഞ്ചവാദ്യത്തിലെ തൃശ്ശൂർ പൂരത്തിനായാലും ഒക്കെ ഉള്ള തിമലയിലെ പതികാലമാണ്, പതികാലത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ കായുടെ വേദിയിൽ നമുക്കായിട്ട് ഇവർ കാഴ്ചവെക്കുന്നത്.
മനസ്സിലായി കാണും ചിട്ടിട്ടിട്ട് വേണം കൊട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് വിനയമാണ് എന്നുള്ളത് മനസ്സിലായി കാണും. അറ്റം വരെ എല്ലാവർക്കും ചിറ്റിടാതെയും തിമല കൊട്ടുന്നത് കേൾപ്പിച്ചു. അത് തന്നെയാണ് പോരൂർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. ഇവരോട് 2 വാക്ക് സംസാരിച്ച് അധികം ചോദ്യം ചോദിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പഞ്ചവാദ്യത്തിൻ്റെയാണ് പഞ്ചവാദ്യത്തിൻ്റെ എണ്ണങ്ങളാണ് പതികാലാണ് കൊട്ടിയത്. നമ്മൾ മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യത്തിൻ്റെ എണ്ണങ്ങളാണ് കൊട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പഞ്ചവാദ്യം എന്താണെന്ന് ചോദിച്ച് നമുക്ക് അതിൻ്റെ പോയി ഇവർ ഇൻസ്ട്രുമെൻസൊക്കെ അങ്ങോട്ട് എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കാൻ പറ്റുന്നവരാണ് ഇവർ. ഇപ്പം തിമിലയിലാണ് തുടങ്ങിയത് എന്നേ ഉള്ളൂ. ബാക്കി ഇൻസ്ട്രുമെൻസൊക്കെ ഇവരെ വായിച്ചുകൊണ്ട് നമുക്കൊരു പെർഫോമൻസ് മോർ ദാൻ സംസാരത്തിനേക്കാൾ അധികം പെർഫോമൻസ് ആയിട്ട് പോവാം. എങ്കിലും മുൻഷേട്ടാ ഇതൊരു കാടവേദിയാണ്. ഇത് ആദ്യം സംസാരിക്കുന്നത് ഹരീനെ ഏൽപ്പിച്ചു. എന്തേ? ഞാൻ ദിവസവും പഞ്ചവാദ്യം കൊട്ടിയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അതെ, അദ്ദേഹം പക്ഷേ ഞങ്ങളവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസവും പഞ്ചവാദ്യം കൊട്ടിയിട്ടില്ല എന്ന് ഇവിടെ കൊട്ടുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല അല്ലേ? ഹരി ദീർഘകാലമായിട്ട് ഒരു പക്ഷേ ജയേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തിമലക്കാരനാണ്. ചോറ്റാനിക്കര വിജയന്മാരാർ ഇന്നത്തെ തിമലയുടെ ഏറ്റവും കുലപതി എന്ന് വിശ്വസിക്കാവുന്ന തൃശ്ശൂരിലെ പഞ്ചവാദ്യത്തിന് ദീർഘകാലം ഉണ്ടായിരുന്ന ചോറ്റാനിക്കര വിജയന്മാരാർ പറഞ്ഞത് ഇന്ന് വിജയന്മാരാരെ ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന ഏറ്റവും സ്വാദുള്ള കൊട്ട് ഉള്ള തിമലക്കാരൻ എന്ന് പറയുന്നത് ഒറ്റപ്പാലം ഹരിയാണ്. ഒറ്റപ്പാലം ഹരിക്ക് ഒരു പുരസ്കാരം ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനു മുമ്പേ യാദൃച്ഛികമായിട്ട് ഒറ്റപ്പാലം ഹരിയുടെ കൊട്ട് കണ്ടിട്ട് അന്ന് ജയേട്ടൻ എറണാകുളത്ത് ഒരു റെക്കോർഡിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒറ്റപ്പാലം ഹരിക്ക് ഞങ്ങളുടെ നാട്ടിലൊരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ വരുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഒറ്റപ്പാലം ഹരിക്ക് പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ ഞാൻ റെക്കോർഡിങ് അവസാനിപ്പിച്ച് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കാർ ഓടിച്ചിട്ടാണ് ഈ പുരസ്കാരം കൊടുക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഒറ്റപ്പാലം ഹരിയെ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹരി, ഞാൻ ചോദിക്കുന്നത് ഈ പഞ്ചവാദ്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പോൾ അറിയാത്ത ആളുകളുണ്ടാവും. പഞ്ചവാദ്യം എന്ന് പറഞ്ഞ ഒരു വളരെ ചെറുതായിട്ട് എന്താണ് പഞ്ചവാദ്യം? ഇപ്പം നിങ്ങൾ പതികാലാണ് കൊട്ടിയത്. പഞ്ചവാദ്യം എന്ന് പറയുന്നത് എന്താണ്? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പഞ്ചവാദ്യം ഈ പഞ്ചവാദ്യ പേര് പോലെ തന്നെ 5 ഉപകരണങ്ങൾ: തിമില, മദ്ദളം, എടയ്ക്ക, എലത്താളം, കൊമ്പ്. ഇവിടെ നമ്മളിപ്പോൾ കൊമ്പ് ഉണ്ടായിരുന്നില്ല. കൊമ്പുണ്ടായിട്ടില്ല. അങ്ങനെ 5 വാദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അമ്പലത്തിലെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ക്ഷേത്രവാദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കലാരൂപമാണ് പഞ്ചവാദ്യം. അന്നമനയുടെ പരമേശ്വരന്മാരാണ് അത് തൃശ്ശൂർ പൂരത്തിലേക്കൊക്കെ ഇന്നത്തെ ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടാവുക. ഈ പഞ്ചവാദ്യം ഇപ്പം നമുക്കറിയാം പല താളങ്ങളുണ്ട്. ഇപ്പോൾ 4/4 ആണ് ഇപ്പോൾ പാട്ടുള്ളവർക്കൊക്കെ അറിയാം. ആദിതാളം, ചമ്പട. ഈ പഞ്ചവാദ്യത്തിൻ്റെ ഒരു അടിസ്ഥാന താളം ഏതായിരിക്കും? അടിസ്ഥാന താളം ത്രിപിടയിലാണ് പഞ്ചവാദ്യത്തിൻ്റെ അടിസ്ഥാന താളം. എന്നിരുന്നാലും ചെമ്പട 8 അക്ഷരകാലത്തിനെ കണക്കാക്കിയിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. താണകാലങ്ങളൊക്കെ 8 അക്ഷരകാലത്തിനെ കണക്കാക്കിയിട്ടാണ് ചിട്ടപ്പെടുത്തി. ചെമ്പട പറയുമ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ ചെമ്പട, ഈ കർണാട്ടിക് ഭാഷയിൽ ആദിതാളത്തിന്റെ ബേസിലാണ്, അതിന്റെ ബേസിലാണ് മൊത്തത്തിൽ ചിട്ടപ്പെടുത്തിയത്. പക്ഷേ അടിസ്ഥാന താളം ത്രിപടയാണ്. അപ്പം ഇതിലൊരു ഈ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കണം, ഉണ്ണിച്ചേട്ടന് സംസാരിക്കാറായോ? അപ്പോൾ ഈ താളത്തിൻ്റെ ഈ പഞ്ചവാദ്യത്തിലൊരു താള ഗോപുരം ഇങ്ങനെ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഗോപുരം ഉണ്ടാവുന്നത്. ഒരു പിരമിഡ് ഷേപ്പ് ഈ പഞ്ചവാദ്യത്തിനുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു? അത് ഈ അക്ഷരകാലത്തിലുള്ള ഒരു ഘടന അങ്ങനെയാണ് അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ പതികാലം, ഇപ്പം ഞങ്ങൾ കൊട്ടിയ പതികാലാണ്. ഇപ്പം ഇന്ന് കൊട്ടണയിൽ ഏറ്റവും നീളം കൂടിയ ബേസ് പതിഞ്ഞ കാലമാണ്. അക്ഷരകാലങ്ങൾ കൂടുതലാണ്. അതിൽ വരുന്നത് 896 അക്ഷരകാലമാണ്. പിന്നെ 448, 224, 112, 56, 24, 14, 7 അങ്ങനെ പകുതി അക്ഷരകാലങ്ങളായിട്ടാണ് ഓരോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഗോപുരഛായയാവും. ഞാൻ എല്ലാവർക്കും ഒരു പക്ഷേ ഇത് എന്താണ് ഈ അക്ഷരകാലം എന്ന് പറയുന്നത്? അക്ഷരകാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അടിയിൽ നിന്ന് അടുത്ത അടിയിലേക്ക് എടുക്കണ ആ ഒരു നീളം ഏതാണ്ട് എത്രയായിരിക്കും? ഏതാണ്ട് 1 സെക്കൻഡ്, ഏകദേശം 1 സെക്കൻഡ് എന്ന് കണക്കാക്കാം. 1 സെക്കൻഡ്, 1 2 3
4 എന്ന് പറഞ്ഞാൽ 4 അക്ഷരകാലം. അപ്പോൾ അതായത് 4 സെക്കൻഡ്. അതെ. അപ്പോൾ അതായത് ഇപ്പം 896 സെക്കൻഡ് ആയിരിക്കും ഏകദേശം ഒരു പതികാലം എന്ന് പറയുന്നത്. 15 മിനിറ്റ് 20 മിനിറ്റോളം വരും. അത് ഒരു താളവട്ടം ഫുള്ളായിട്ട് കൊട്ടുമ്പോൾ ഈ 896 സെക്കൻഡ് വരുമ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് വരും. അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഇപ്പോൾ ഞങ്ങൾ കൊട്ടിയിട്ടുള്ളത്. സെക്കൻഡിന്റെ പകുതിയൊക്കെ കൂട്ടാം അക്ഷരകാലം എന്ന് പറയുമ്പോൾ. ഒരു സെക്കൻഡ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഏകദേശം പൊതുവായിട്ട് കറക്റ്റ് ആവില്ല എന്തായാലും. നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻ. അപ്പോൾ ഈ പതികാലം കഴിഞ്ഞ് 2ാം കാലത്തിലേക്ക് കടന്ന് 3ാം കാലത്തിലേക്ക് കടന്ന് 4ാം കാലത്തിലേക്ക് കടന്ന് അതെ 5ാം കാലം എത്തുമ്പോഴേക്ക് ഈ 896 പോയിട്ട് 56 അക്ഷരകാലമായി. 5ാം കാലത്തിലേക്ക് എത്തുമ്പോഴേക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ചുരുങ്ങി വന്നിട്ട് 7 അക്ഷരകാലത്തിലേക്ക് എത്തും. പിന്നെ 3.5 എത്തും. ഏകതാളത്തിൽ പോയിട്ട് കലാശിക്കും. ഏകതാളത്തിലേക്ക് കലാശിക്കും. ഈ കലാശിച്ച് കഴിഞ്ഞാൽ മദ്ദളക്കാരൊക്കെ ഒഴിവായിട്ട് തിമലക്കാര് മാത്രം ചെയ്യുന്നൊരു ഇതില്ലേ ഉണ്ണിച്ചേട്ടാ? അത് തിമല വറവ് എന്നൊക്കെ പറയുന്നത്. തിമലയടച്ചില് എന്ന് പറയാറുണ്ട്. ഈ തിമലയടച്ചിലോട് കൂടിയിട്ടാണ് പഞ്ചവാദ്യം സാധാരണ അവസാനിക്കുന്നത്. അതെല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചവാദ്യങ്ങളിലാണെങ്കിലും തിമലയടച്ചിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ തിമല തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാന വാദ്യം. തിമലയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ തിമലയുടെ പ്രയോഗ സാധ്യത വളരെ കുറവാന്നല്ലേ പറയുന്നത്? എന്ന് വെച്ചാൽ അതിൽ ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഇടയ്ക്കുണ്ട്, അവിടെ ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്. ഇത്രയൊന്നും പ്രയോഗിക്കാൻ ഇതിൽ തിമലയിൽ സാധ്യത കുറവാ എന്ന് പറയാൻ പറ്റില്ല. ഇല്ല അല്ലേ? എല്ലാവർക്കും തത്തുല്യമായിട്ടുള്ള അതല്ല ഞാൻ ചോദിക്കുന്നത്. തിമിലയിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനോ അല്ലെങ്കിൽ ശ്രുതി ചേർക്കാനോ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, പരിമിതികളുണ്ട്. അപ്പം ആ പരിമിതിയെ മറികടന്നുകൊണ്ടാണ് ഇപ്പം നമുക്കൊക്കെ ആസ്വാദ്യമാവുന്ന രീതിയിൽ തിമില ഇവരിവിടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് വെച്ചാൽ അത്രയും സ്വരസ്ഥാനങ്ങളില്ലാത്തൊരു വാദ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒറ്റപ്പാലം ഹരി നമ്മുടെ പ്രകാശ് ഉള്ളേരിയുമായിട്ട് ഫ്യൂഷൻ ചെയ്തത്. ഈ നമ്മൾ ഹാർമോണിയവും തിമലയും കൂടിയിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഇതിൽ അല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ, പെർഫോമൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതിലിപ്പോൾ ത്രിപുടയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഞ്ചവാദ്യത്തിൻ്റെ ഏറ്റവും ജീവനാഡി എന്ന് പറയുന്നത് ത്രിപുടയല്ലേ? ജീവനാഡി ത്രിപുട എന്ന് പറയാൻ വയ്യ. ഇല്ല, ത്രിപുട എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു ഭാഗം. കാരണം ഓരോരുത്തരുടെ ഒരു തനിയാവർത്തനം പോലെ വായിച്ച് ആൾക്കാരെ രസിപ്പിച്ച് കലാശിക്കുന്ന ഒരു ഭാഗമാണ് ത്രിപുട. പക്ഷേ ഈ തനിയാവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റ് പഞ്ചവാദ്യത്തിലെ മറ്റ് താളഘട്ടങ്ങളിൽ എവിടെയില്ല. അത് ത്രിപുടയിൽ മാത്രമേ ഉള്ളൂ. അതായത് തനിയാവർത്തനം പോലെ കൊട്ടിയിട്ട് നിങ്ങൾ ആൾക്കാരെ രസിപ്പിക്കുന്നു. കർണാട്ടിക് മ്യൂസിക്കിലുള്ള തനിയാവർത്തനം പോലെ കൊട്ടിയിട്ട് ആൾക്കാരെ രസിപ്പിക്കുന്നു. അതാണ് ത്രിപുട. അപ്പോൾ അതിൽ പ്രധാനം തിമല തന്നെയായിരിക്കും. തിമലയ്ക്ക് തന്നെയായിരിക്കും പ്രാമുഖ്യം. അത് ഒരു വ്യവസ്ഥാപിതമായിട്ട് തിമലയാണ് പഞ്ചവാദ്യത്തിൽ ലീഡിങ് ഇൻസ്ട്രുമെന്റ്. ത്രിപുട ഒരു മദ്ദളക്കാരനാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ചെർപ്പളശ്ശേരി ശിവാശാൻ എന്ന് വിചാരിക്കുക. ചെർപ്പളശ്ശേരി ശിവാശാൻ അങ്ങനെയുള്ള ആൾക്കാർ ലെജൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കും ലീഡിങ്. അപ്പോൾ അത് തിമല അനുസരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ത്രിപുട ഇപ്പം ഇവിടെ ഇവരൊക്കെ ഉണ്ട്, ഒന്ന് കാണിച്ചു തരാമോ ത്രിപുട? നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ ചോദ്യം ചോദിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വാദ്യം കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ത്രിപുട ഒന്ന് കാണിച്ചു തരാമോ? ഇവിടെ എത്ര ആൾ ത്രിപുട ഒന്ന് പറയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ 7 അക്ഷരകാലത്തിലുള്ള ത്രിപുട, അതിൽ തിമല ലീഡിംഗ് ആയിട്ട് വായിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചെണ്ട ചേർക്കാം ഇവിടെ. അതെ, സാധാരണ. അപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു വേദിയിൽ ത്രിപുട വായനയിൽ ചെണ്ട കൂടി ഉൾപ്പെടുത്തുന്നത് ഇവിടെ ഈ കായുടെ വേദിയിലാണ് എന്നുകൂടി നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ത്രിപുട വായിക്കുന്നത് പഞ്ചവാദ്യത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 14 അക്ഷരത്തിലും 7 അക്ഷരത്തിലും ഒക്കെ നമ്മൾ ഈ തക്കിട്ട തക്ക ദിമി എന്നതിൻ്റെ എക്സ്റ്റൻഷനായിട്ടുള്ള ത്രിപുട ഇവിടെ വായിക്കുന്നത് തിമലയും മദ്ദളവും ഇടയ്ക്കയും ചെണ്ടയും ഇവിടെ വായിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം അത് കണ്ട ശേഷം നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ത്രിപുട വായന എന്താന്നുള്ളത് നമ്മളിപ്പോൾ പഞ്ചവാദ്യങ്ങളിലൊക്കെ ചെന്ന് കാണാറുണ്ട്. എന്താണ് ത്രിപുട വായന എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഇവർ നമുക്ക് കാണിച്ചു തരാണ്. ഒരു പക്ഷേ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 2 കലാകാരന്മാർ, എനിക്ക് ഇവരുടെ ഒക്കെ ഒന്ന് പേര് പറയണം എന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹം. നന്ദഗോപൻ എവിടെയാണ്? ഞാൻ കോട്ടയത്താണ്.
വെന്നിമല അനു എന്ന് പറയുന്ന മൃദംഗ കലാകാരൻ്റെ മദ്ദള കലാകാരൻ്റെ മകനാണ് നന്ദഗോപൻ. ജയകൃഷ്ണൻ, ആർ എൽ വി ജിഷ്ണു. അപ്പോൾ ഇവരെ ഒന്ന് ഒരു കൈയടിച്ച് ഉത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു ത്രിപുട വായിക്കും. അതുകൊണ്ട് ഇനിയും കലാകാരന്മാർ ഇവരുടെ ഒപ്പമുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. നമുക്ക് ആ ത്രിപുട വായന എന്ന് പറഞ്ഞാൽ തനിയാവർത്തനം പോലെ, നമ്മൾ കച്ചേരികളിലെ തനിയാവർത്തനം പോലെ ഓരോ മദ്ദളക്കാരൻ വായിച്ച് മൃദംഗക്കാരൻ വായിച്ച് ഘടം ഗഞ്ചിറ വായിക്കുന്നത് പോലെ ഇവർ പരസ്പരം ഇതുകൊണ്ട് സംസാരിക്കുകയാണ്. ഒരാൾ ഒന്ന് കൊടുക്കുന്നതിൻ്റെ മറുപടി മറ്റാൾ പറഞ്ഞുകൊണ്ടുള്ളതാണ് ത്രിപുട വായന പഞ്ചവാദ്യത്തിലെ. അതിൽ കായിക വേദിയിൽ ആദ്യമായിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെണ്ട കൂടി ചേർക്കുന്നു എന്ന് മാത്രം.
നമുക്ക് മനസ്സിലായ കാര്യമാണ്, സത്യത്തിൽ ഇവർ വാക്കുകളേക്കാൾ സുന്ദരമായിട്ട് ഈ അവരവരുടെ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ കേരള വാദ്യങ്ങളെ പറ്റിയിട്ട് ഉണ്ണിഷേട്ടാ, ഹരിയും കേരള വാദ്യങ്ങളെ പറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇതൊരു ഒന്നിച്ച് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്നതായിട്ടാണ്, അല്ലാതെ പക്കമേളമായിട്ട് ഉപയോഗിക്കൽ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ചെണ്ടയാണെങ്കിലും ഇടയ്ക്കാണെങ്കിലും, ഇടയ്ക്ക അപൂർവം പാട്ടുകളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ചെണ്ടയും തിമലയൊക്കെ പാട്ടുകളിൽ ഉപയോഗിക്കൽ കുറവാണ്. എന്നാൽ ഈ രണ്ടാളുകളും, ഉണ്ണികൃഷ്ണേട്ടൻ ഇങ്ങനെയൊക്കെ ഒരു പെർഫോമർ ആണെങ്കിലും കൈതപ്രസാറിൻ്റെ കൂടെ കൈതപ്രസാറിൻ്റെ പെർഫോമൻസുകളിൽ ഒരുപാട് കാലം ചെണ്ടയും ഇടയ്ക്കായിട്ട് ഫോളോ ചെയ്യാൻ പോലുണ്ടായിട്ടുണ്ട് ഇല്ലേ? അതുപോലെ തന്നെയാണ് ഒറ്റപ്പാലം ഹരി, ഇന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി, അതുപോലെ തന്നെ ഉള്ളേരി പ്രകാശേട്ടൻ അവരുടെ ത്രികായ പെർഫോമൻസുകളിൽ തൻ്റെ തിമല കൊണ്ട് അവരെ ഇങ്ങനെ പെർഫോമൻസ് അല്ല, അവരുടെ കൂടെ പാട്ടിനും ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളത് ചെയ്യുന്ന ഒരാളാണല്ലേ. നമുക്ക് ഇവിടെ ഒരു പാട്ടിനൊന്ന് ഫോളോ ചെയ്യുക എന്നുള്ളതും കൂടിയും, കായുടെ വേദി എന്ന് പറഞ്ഞാൽ എല്ലാം കാണിക്കാനുള്ള വേദിയാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ആദ്യമായിട്ടാണ് ത്രിപുടയ്ക്ക് ചെണ്ട കൂടുന്നു, എങ്ങനെ കൂടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ അതുമാതിരി ആവില്ല പാട്ടായിട്ട് കൂടിയാൽ കേട്ടോ. അതുമാതിരിയുള്ള റിസൾട്ട് കിട്ടുമോ അറിയില്ല, പാട്ടായിട്ട് കൂടുമ്പോൾ. അതായത് ഉണ്ണീഷേൻ്റെ ചെണ്ട മാത്രം നിങ്ങൾ എടുത്താൽ മതി, വാക്ക് എടുക്കരുത്. നിങ്ങളോട് പറഞ്ഞു തിമല കൊട്ടിയപ്പോൾ ശബ്ദം ഉണ്ടാവില്ല എന്നുള്ളത്, അതിപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എത്ര ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒന്ന് നോക്കിയാലോ, അങ്ങനെ നോക്കിയല്ലേ നമുക്ക് ഒരു പാട്ടിനൊപ്പം കൂടുക എന്നുള്ളൊരു. നമ്മൾ ഈ വേദിയിൽ ത്രികായ എന്ന് പറയുന്ന മട്ടന്നൂർ ആശാൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മളെ ത്രസിപ്പിക്കുന്ന വയലിനും അതിൻ്റെ സംഗീതമൊക്കെ ആയിട്ട് ഉള്ള വലിയൊരു കലാകാരൻ, നമ്മുടെ ഇവിടുത്തെ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള റോജോ ആൻ്റണി എന്ന് പറയുന്ന വലിയ കലാകാരൻ നമുക്ക് ഒപ്പം പാട്ട് വായിക്കാനായിട്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇവർ പാട്ടിനെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നും കൂടി കാണാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു അനുവാദത്തോടെ ഞാൻ റോജോ മാഷെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. റോജോ മാഷയുടെ വീഡിയോ നിങ്ങൾ കാണാതിരിക്കില്ല. പാട്ടുകൾ കൊണ്ട് വയലിൻ വായിച്ച് ഈ മട്ടന്നൂരിൻ്റെയും ഒറ്റപ്പാലം ഹരിയുടെയും ഒക്കെ ഒപ്പമുള്ള ഒരാളാണ് റോജോ മാഷ് ഇവിടെ ഒരു പാട്ട് വായിക്കും എന്നുള്ളതാണ്, ഇവരതിനോട് കൂടും. മാഷേ, വലിയ സ്വാഗതം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം. ഹരി അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ ഇങ്ങനൊരു വേദിയിൽ ഇതിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഉണ്ട്, ആദ്യമായിട്ടാണ് ഈ പഞ്ചവാദ്യത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് മാഷ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതും ഈ കായുടെ വേദിക്ക് സ്വന്തമാണ്. മാഷേ, പാട്ട് ചെറിയൊരു ആഗ്രഹം പറഞ്ഞോട്ടെ. ഇവിടെ ജയേട്ടൻ്റെ ഒരു പാട്ട് അല്ലേ? ആയിക്കോട്ടെ. ഏത് പാട്ടാ മാഷേ? നമ്മുടെ കേരനിരകളാടും. കേരനിരകളാടും ജലോത്സവത്തില് BR പ്രസാദേട്ടൻ എഴുതി, അൽഫോൺസേട്ടൻ മ്യൂസിക് ചെയ്ത് നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ പാടിയ കേരനിരകളാടും എന്ന പാട്ട് ഇപ്പൊ ഇത് കണ്ടോ, സ്വഭാവം മാറി. ഒറ്റപ്പാലം നേരത്തെ തിമലയിലുണ്ടായിരുന്ന പോരൂർ ഉണ്ണികൃഷ്ണൻ ചെണ്ടയിലേക്ക് എത്തി, തിമിലയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം ഹരി ഇവിടെ എടക്കയിലെത്തി. ഇവരിങ്ങനെ വച്ചു മാറി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കേരനിരകളാടും നമുക്ക് കേൾക്കാം.
മാഷെ വലിയ സന്തോഷം. നമുക്ക് മനസ്സിലായ കാര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചെണ്ടയും ഇടയ്ക്കയും കൊണ്ട് ഒരു പാട്ടിനെ ഇവർ പൂർണ്ണമാക്കുന്നത്. അത് മാഷ ഒരാളുള്ളത് കൊണ്ടാണ്. മാഷെ ഇനി ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ സെഷന് ഒരു സമയമുണ്ട്. വലിയ സന്തോഷം. മാഷ്ക്ക് ഒരു കയ്യടി നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ സെഷൻ മൂന്ന് സാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ചോദ്യോത്തരങ്ങൾക്ക് അപ്പുറം ഇവരൊക്കെ ചെണ്ടയിലും തിമലയിലും സംസാരിച്ചു. അപ്പോൾ നമ്മൾ പഞ്ചവാദ്യം കണ്ടു, ത്രിപുട കണ്ടു, ഫ്യൂഷൻ കണ്ടു. ഇനി ഏറ്റവും പ്രധാനമാണ് ഇവരുടെയൊക്കെ സ്ട്രോങ് പോയിൻ്റാണ്. പോരൂർ ഉണ്ണികൃഷ്ണൻ്റെ സ്ട്രോങ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെണ്ടയാണ് പോരൂർ ഉണ്ണികൃഷ്ണനെതിരെ കേസ് കൊടുത്തെന്നാണ് പറഞ്ഞത്, ചെണ്ട കൊട്ടി തകർത്തിട്ട്. അപ്പോൾ ഇവരുടെ 2 പേരും തായമ്പക കൊട്ടി നിറയ്ക്കുന്നതിൽ പ്രഗത്ഭന്മാരാണ്. അപ്പോൾ ഇവരുടെ ഒരു തായമ്പക, വളരെ ചെറിയ സമയത്തിൻ്റെ ഒരു തായമ്പകയുടെ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഉണ്ണിഷേട്ടാ, അങ്ങനെയല്ലേ? നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരിക്കൽ കൊട്ടിയിട്ട് ഉണ്ണീഷേട്ടൻ്റെ താളത്തിൻ്റെ പറയാൻ വേണ്ടി മാത്രമാണ് കൊട്ടി ഈ കോല് തെറിച്ച് പോയി. അത്രയും കാലത്തിലാണ് നിൽക്കുന്നത്. ഈ കോല് തെറിച്ച് പോയിട്ട് ആ താളം കണക്കാക്കാതെ ഇവിടെ നിന്ന് കോലെടുത്തിട്ട് വലിച്ചിട്ട് ആ താളത്തിലേക്ക് കൃത്യം ബീറ്റിൽ അടിച്ചൊരു വീഡിയോ വാദ്യം ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് അവരുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇവർ 2 പേരും തായമ്പക എന്ന് പറയുന്നത്, ഡബിൾ തായമ്പക എന്ന് പറയുന്നത് ഒരു 1-1.5 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ പെർഫോമൻസ് ആണ്. അതിൻ്റെ ചെറിയൊരു ഫോമായിട്ട് ഈ 2 വലിയ കലാകാരന്മാർ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ സെഷൻ്റെ അവസാനമായിട്ട് നമുക്കൊരു കയ്യടി കൊടുത്തിട്ട്
സംസാരത്തിലും വലുതാണ് ഇവർക്ക് ചെണ്ടയിൽ ചെയ്യാനുള്ളത് എന്ന് തെളിയിച്ച് തായമ്പക എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു രൂപം കാണിച്ച് ഈ ഇരട്ടി മധുരം 4 ഇരട്ടി മധുരമാക്കി ഈ കലാകാരന്മാർ നമുക്കിവിടെ തന്നു. ഇതിവിടെ അവസാനിക്കുകയാണ്.